ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴപ്പുട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി, നല്ല പഴുത്ത മാമ്പഴം, തേങ്ങ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുട്ട് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നനയ്ക്കാൻ ആവശ്യത്തിനുള്ള മാംഗോ പ്യൂരിയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാമ്പഴം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുക്കണം. അരിപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റ് നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർത്ത് സാധാരണ പുട്ട് നനയ്ക്കുന്നത് പോലെ നന്നായിട്ട് നനച്ചെടുക്കണം. സാധാരണ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ മാങ്ങ മിക്സിയിൽ അരച്ചതാണ് ഉപയോഗിക്കുന്നത്. അരിപ്പൊടിയും മാങ്ങയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒട്ടും കട്ടയില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുട്ടുപൊടി നനച്ചതിന് ശേഷം നമ്മളത് കയ്യിലൊന്നെടുത്ത് ഇങ്ങനെ അമർത്തുമ്പോൾ ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. ഇതാണ് പുട്ടുപൊടിയുടെ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ, അതിനുശേഷം കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങൾ, അതിനുശേഷം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി, വീണ്ടും തേങ്ങ, മാങ്ങയുടെ പീസസ് അങ്ങനെ ഇട്ട് പുട്ടുകുറ്റി ഫില്ല് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് ആവി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് മതിയാവും. ഇപ്പോൾ നമ്മുടെ മാങ്ങാപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാം. ഇതിന് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യവുമില്ല. ആ മാങ്ങയുടെ പീസസ് ഇടുന്നത് കൊണ്ട് എക്സ്ട്രാ ആയിട്ട് പഴമോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. ആ മാങ്ങ ആവിയിൽ വേകുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു രുചിയാണ്. മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാം. പഞ്ചസാരയോ നെയ്യോ ഒക്കെ ഉപയോഗിച്ച് കഴിക്കാം.